വെൽക്കം ബാക്ക് ടു ലീപ് ബൈ IAS ഫാക്ടർ. സോ MCQസിലൂടെ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്ന പരിപാടിയാണ് ലീപ്പ്. ഇനി മുൻപിലത്തേക്ക് എപ്പിസോഡ്സ് എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. വിത്ത് ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് ഡസ് ഇന്ത്യ ഹാവ് എ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്? ഇതിൽ എത്ര രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട് എന്നാണ് ചോദ്യം. വന്ന വഴി എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്ത്യയും UK-യും കൂടെ ഒരു കോംപ്രിഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് റീസെന്റ് സൈൻ ചെയ്തിരുന്നു. സോ അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യക്ക് ഒരുപാട് രാജ്യങ്ങളൊന്നുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് ഇല്ല. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഏതൊക്കെ രാജ്യവുമായിട്ട് ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ജപ്പാൻ, മലേഷ്യ, ശ്രീലങ്ക ആൻഡ് കാനഡ ആർ ദി ഓപ്ഷൻസ്. ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ജപ്പാനുണ്ട്, മലേഷ്യ ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്. ഇതിനകത്ത് കാനഡ ഇല്ല. കാനഡയുമായിട്ട് ചർച്ചകൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കാനഡയുമായിട്ട് നമുക്ക് ഇതുവരെ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇല്ല. സോ ദി ആൻസർ ഈസ് ഓൺലി 3 എന്ന് പറയുന്നതാണ്. നമുക്ക് ഈ പറയുന്ന 3 രാജ്യങ്ങളുമായിട്ടുണ്ട്. ഇനി നോക്കൂ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് നിലവിൽ ഇന്ത്യക്ക് ഉണ്ടെന്ന് നോക്കൂ. ആസിയാനുമായിട്ടുണ്ട്. ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന് പറഞ്ഞാൽ ആസിയാനുമായിട്ട് നമുക്കുണ്ട്. ശ്രീലങ്കയുണ്ട്, മലേഷ്യയുണ്ട്, സിംഗപ്പൂരുമായിട്ട് നമുക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്. ജപ്പാൻ, സൗത്ത് കൊറിയ, ലാസ്റ്റ് ഇൻ ദി ലിസ്റ്റ് റൈറ്റ് നൗ ഈസ് UK. ഇത് കൂടാതെ നമുക്ക് സൗത്ത് ഏഷ്യ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്ന മറ്റൊരു എഗ്രിമെന്റും കൂടെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ത്യക്ക് FTAs ഉള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ നെക്സ്റ്റ് വൺ, ആസ് ഓൾവേസ് എക്സ്പെക്റ്റഡ് അല്ലേ, ഇന്ത്യ UK കോംപ്രിഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റിനെ കുറിച്ചുള്ള ചോദ്യം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇത് നമ്മൾ കുറച്ച് ഡെപ്തിൽ അറിഞ്ഞിരിക്കണം. കാരണം അത്ര വലിയൊരു എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രേഡ് എഗ്രിമെന്റ് ആണ് ഇത് എന്ന് വേണം പറയാൻ. മാത്രമല്ല ഒരു നോർമൽ ട്രേഡ് എഗ്രിമെന്റ്സിൽ കാണാത്ത പല കാര്യങ്ങളും ഇന്ത്യ UK ട്രേഡ് എഗ്രിമെന്റിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതായത് ഒരു മോഡേൺ നമ്മുടെ വികസിത് ഭാരത് ബൈ 2047 എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് ഇപ്പോൾ UK-യുമായിട്ട് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ ഡെപ്ത് കാര്യങ്ങൾ അറിയുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് എനിഹൗ മെയിൻസിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇന്ത്യ ഹാസ് അഗ്രീഡ് ടു സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓൺ ഓൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഫ്രം UK, എൻഷുറിംഗ് കോംപ്രിഹെൻസീവ് മാർക്കറ്റ് ആക്സസ്. സോ ഇതെന്താണ്? എക്സ്ട്രീം കീവേഡ് ആണല്ലേ. എക്സ്ട്രീം കീവേഡ് ആണ്. മാത്രമല്ല ഞാൻ പറഞ്ഞു നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഓളിനെ നമ്മൾ സംശയത്തോടു കൂടി കാണണം. ബിക്കോസ് എല്ലാ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന്റെ കാര്യത്തിലും നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി റെഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടില്ല. സെൻസിറ്റീവ് ആയിട്ടുള്ള ചില അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, ഫോർ എക്സാമ്പിൾ ഡയറി പ്രൊഡക്ട്സ്, ആപ്പിൾസ്, ഇതിൻ്റെ ഒന്നും കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു പോസിറ്റീവായിട്ട് വരുന്ന സാധനമാണ്. നമുക്ക് സെൻസിറ്റീവായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ അനുകൂല നിലപാട് ഒപ്പിടിപ്പിക്കാനായിട്ടായി എന്നുള്ളത് നമ്മളുടെ വലിയൊരു ഒരു കഴിവ് തന്നെയാണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ആൻഡ് സെക്കൻഡ് വൺ നോക്കൂ. സീറ്റ ഇൻക്ലൂഡ്സ് പ്രൊവിഷൻസ് ഫോർ എൻഹാൻസ്ഡ് മൊബിലിറ്റി ഓഫ് പ്രൊഫഷണൽസ്. തീർച്ചയായിട്ടും ഈ കോംപ്രിഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രൊഫഷണൽസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ ഈ ട്രേഡ് എഗ്രിമെന്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് നമ്മൾ കേട്ടിരുന്ന ഇപ്പോൾ ഡോക്ടറെന്നോ എഞ്ചിനീയറെന്നോ ഉള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ യോഗ ഇൻസ്ട്രക്ടർ, മനസ്സിലായില്ലേ? യോഗ ഇൻസ്ട്രക്ടേഴ്സിന് ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് പോകാനും അവിടെ നിന്ന് സിമിലർ കൈൻഡ് ഓഫ് ആളുകൾക്ക് ഇവിടേക്ക് വരാനും സർവീസ് കൊടുക്കാനും ഒക്കെയുള്ള സൗകര്യം ഈ ട്രേഡ് എഗ്രിമെന്റിലൂടെ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് വൺ, 2 ഈസ് റൈറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ, ദി ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ്. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ ഈസ് പ്രൈമർലി മെൻ ഫോർ മ്യൂച്വൽ കോൺട്രിബ്യൂഷൻ ഇൻ സ്പേസ് ടെക്നോളജി. ഇതെന്താണ് എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ, ഈ ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന് പറയുന്നത് ശരിക്കും ഹ്യൂമൻ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. HR, ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ. ആസ് പെർ ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ,
It will exempt Indian workers and their employers from UK social security contributions for 3 years. See, വിദേശ രാജ്യങ്ങൾ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ ഉണ്ട് അല്ലേ? അതായത് എംപ്ലോയറുടെ സൈഡിൽ നിന്ന് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ കൊടുക്കണം. എംപ്ലോയിക്കും അങ്ങനെ തന്നെയാണ്, എംപ്ലോയിയുടെ സാലറിയിൽ നിന്നും പിടിക്കും. അപ്പം സീറ്റ പ്രകാരം സീറ്റയിലെ ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ത് ചെയ്യും? 3 വർഷത്തേക്ക് ഇന്ത്യൻ വർക്കേഴ്സിനെയും അവരെ എംപ്ലോയ് ചെയ്തിരിക്കുന്ന കമ്പനീസിനെയും ഈ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യപ്പെട്ടു കൊടുക്കും, ഒഴിവാക്കി കൊടുക്കും. അതാണ് ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. അത് സ്പേസ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ആസ് ഓഫ് നൗ 2 only ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയറി പ്രൊഡക്ട്സ്, ആപ്പിൾസ്, എഡിബിൾ ഓയിൽസ്. ഉണ്ടോ? എഡിബിൾ ഓയിൽ, സെൻസിറ്റീവ് സീഡ്സ്, ഇതിനെയൊക്കെ എന്താണ് ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ്. അതായത് ഇതിനൊക്കെ സ്റ്റിൽ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഉണ്ടാകും. കാരണം ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ ഇന്ത്യയിലെ ആ പറയുന്ന അഗ്രികൾച്ചർ സെക്ടറിനെ, സെൻസിറ്റീവായിട്ടുള്ള ആ ഒരു അഗ്രികൾച്ചർ സെക്ടറിനെ പിടിച്ചു നിർത്താൻ ഒക്കത്തുള്ളൂ. പക്ഷേ മെജോറിറ്റി കാര്യങ്ങളിലും ലൂസൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഒക്കെ. പക്ഷെ ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ സ്റ്റിൽ എന്താണ് റെഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഓൾ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് തെറ്റാണ്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മറ്റൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസിൽ കണ്ടതാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി എവിടെ തമിഴ്നാട്ടിലേക്ക് പോകുന്നതും അവിടെ ഒരു ക്ഷേത്രവുമായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും അവിടുത്തെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫെസ്റ്റിവിറ്റീസിൽ ഫുള്ളായിട്ട് പുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. സോ യു പി സിയുടെ സ്വഭാവം സൗത്ത് ഇന്ത്യ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്, സൗത്ത് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എസ്പെഷ്യലി വിജയനഗര ആൻഡ് ചോളാസ്. മൾട്ടിപ്പിൾ ടൈംസ് ഈ 2 ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു റൈറ്റ് നൗ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ ഒരു ഏരിയയിൽ നിന്നും ചോള ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നും ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതും ഒരു ജനറൽ കറണ്ട് അഫെയറും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്ന് പറയുന്ന ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നമുക്ക് തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ കുറച്ച് ക്ഷേത്രങ്ങളെ ഒരുമിച്ചത് ചോള ആർക്കിടെക്ചറിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളെ എടുത്തുകൊണ്ട് ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെറിറ്റേജ് സൈറ്റ് ഉണ്ട് നമുക്ക് ലിസ്റ്റിൽ. ഓക്കെ, അപ്പം ചോദ്യം ഇതാണ്, ദി ടെമ്പിൾസ് അറ്റ് ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് പ്ലേസസ് ആർ ലിസ്റ്റഡ് ഇൻ ദിസ് ലിസ്റ്റഡ് ആസ് ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ്. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന 4 സ്ഥലങ്ങളിലെ എത്ര സ്ഥലങ്ങളിലെ ടെമ്പിൾസ് ആണ് ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? റീസെന്റ് ന്യൂസ് കണ്ടവർക്കറിയാം, പ്രൈം മിനിസ്റ്റർ പോയിരിക്കുന്ന സ്ഥലം ഇറ്റ്സ് ഗംഗൈകൊണ്ട ചോളപുരം. ഗംഗൈകൊണ്ട ചോളപുരത്ത് ഒരു ബൃഹദേശ്വര ടെമ്പിൾ ഉണ്ട്. അത് ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിളിൽ പെടുന്നതാണ്. ദെൻ തഞ്ചാവൂരിലെ പെരിയ കോവിൽ അല്ലെങ്കിൽ ബൃഹദേശ്വര ടെമ്പിൾ എന്ന് നമ്മൾ മോർ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന പെരിയ കോവിൽ എന്ന് വിളിക്കപ്പെടുന്ന ദി ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ, അത് ലിസ്റ്റിലുണ്ട്. ഇനി മൂന്നാമത്തേത്, അത് മധുരയല്ല. മധുര മീനാക്ഷി ക്ഷേത്രം ആക്ച്വലി ചോള ടെമ്പിൾ അല്ല, അത് നായക് ഡൈനാസ്റ്റിയുടെ കോൺട്രിബ്യൂഷൻ ആണ് ശരിക്കും. ആൻഡ് സോ ദി റൈറ്റ് ആൻസർ ഈസ് ധരാസുരം. കുംഭകോണത്തിനടുത്ത് ധരാസുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഐരാവതേശ്വർ ടെമ്പിൾ ഉണ്ട്. ഭയങ്കര മജസ്റ്റിക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറാണ്. ഇത് 3ഉം കൂടെ ചേരുമ്പോഴാണ് എന്താവുന്നത്, ദി ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്ന് വിളിക്കുന്നത്. സോ ഓൺലി 3 ഈസ് ദി റൈറ്റ് ആൻസർ. ഇനിയും ഇതിൻ്റെ കൂട്ടത്തിൽ ഏതൊക്കെ രാജാക്കന്മാരാണ് ഇത് പണി കഴിപ്പിച്ചത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കി വെക്കാം. സോ തഞ്ചാവൂരിൽ അത് ഫേമസ് ആയിട്ട് രാജരാജ 1 ആണ് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിൾ എങ്കിൽ, ഗംഗൈകൊണ്ട ചോളപുരത്തെ അദ്ദേഹത്തിന്റെ പുത്രനായ രാജേന്ദ്ര 1 ആണ് ടെമ്പിൾ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇനി അവിടെ നിന്നും ധരാസുരത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഐരാവതേശ്വര ടെമ്പിളിലെ രാജരാജ 2 ആണ്. ഈ പേരുകൾ പഠിച്ചു നോക്കുക. വേണമെങ്കിൽ ലിസ്റ്റ് വിച്ച് ഓഫ് ദീസ് ഈസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് എന്നും പറഞ്ഞിട്ട് ബോക്സ് ഇട്ടിട്ട് തരാമല്ലോ. അങ്ങനെയും ചോദിക്കാം. ഒരു സൈഡിൽ ടെമ്പിളും തരാം, അപ്പുറത്തെ സൈഡിൽ റൂളറും തരാം. എന്നിട്ട് അങ്ങനെ ചോദിക്കാം. അതായത് തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിൾ രാജരാജ 1
അങ്ങനെ കറക്റ്റ്ലി മാച്ച്ഡ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പഠിച്ചു വെക്കുക. തഞ്ചാവൂർ ടെമ്പിൾ വാസ് ബിൽറ്റ് ബൈ രാജരാജ 1. Then Gangaikonda Cholapuram by Rajendra 1, his son. Then Airavateshwara temple Dharasuram by Rajaraja 2. ഇനി അതുകൂടാതെ ദ്രാവിഡ ആർക്കിടെക്ചറിന്റെ ഒരു പക്ക എക്സാമ്പിൾ ആണ് എന്ന് പറയുമ്പോൾ അത് കേവലം ചോള ഇൻഫ്ലുവൻസ് മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുക. ചോള പീരീഡ് മുതൽ മറാത്ത പീരീഡ് വരെയുള്ള അഡീഷൻസ് ഈ ടെമ്പിൾസിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്ന് പറയുന്നത്, ചോള ടെമ്പിൾസിൽ വി ക്യാൻ ഫൈൻഡ് ഒൺലി ചോള ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതിനകത്ത് നമുക്ക് ചോള പീരീഡ് മുതൽ മറാത്ത പീരീഡ് വരെയുള്ള പല ഇൻഫ്ലുവൻസസും കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റും കൂടെ നിങ്ങൾ മനസ്സിൽ ശ്രദ്ധിച്ചു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മറ്റൊരു ഹോട്ട് ടോപ്പിക് ആണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. റീസെന്റ് ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് സുപ്രീം കോർട്ടിലേക്ക് പോയിട്ടുണ്ട് അല്ലേ? എന്താ? പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും ബില്ലുകളിൽ ഒപ്പിടാനുള്ള ഒരു ടൈം ലൈന് ഈയിടെ സുപ്രീം കോടതി പറയുകയുണ്ടായി. അത് വാലിഡ് ആണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന്റെ പുറത്താണ് ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ്, അതായത് പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു സുപ്രീം കോർട്ടിനോട് ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, ഇത് വാലിഡ് ആണോ എന്നുള്ള ചോദ്യം. സോ ദാറ്റ് ഈസ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ഇനി നമുക്ക് അതിന് 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. നോക്കൂ. The advisory jurisdiction of the Supreme Court under Article 143 is a relic of Government of India Act of 1935. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, റീസെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിന് ബ്രിട്ടീഷ് കാലവുമായി ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഏതെങ്കിലും ആക്ടുകളുമായിട്ട്, ഫോർ എക്സാമ്പിൾ 1909 1919 1935 ഒക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ചോദ്യമാക്കുന്ന, അത് സ്റ്റേറ്റ്മെന്റ് ആക്കുന്ന ഒരു സ്വഭാവം UPSCക്ക് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഈസ് എ റെലിക് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണ്. കാരണം 1935 ആക്ടിൽ ഒരു ടൈപ്പ് ഓഫ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അവിടെ ആരോട് ചോദിച്ചിരുന്നു? ഗവർണർ ജനറൽ സുപ്രീം കോർട്ടിനോട്, അന്നത്തെ ബ്രിട്ടീഷ് സുപ്രീം കോർട്ടിനോട് ചോദിച്ചിരുന്നു. അപ്പം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് സുപ്രീം കോർട്ടിനോട് എന്തെങ്കിലും ലോപരമായിട്ടുള്ള സംശയമുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദിസ് പ്രൊവിഷൻ ഈസ് ആൻ ഇന്ത്യൻ ഇന്നോവേഷൻ. ഇതൊരു ഇന്ത്യൻ ഇന്നോവേഷൻ ആണ് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. ബിക്കോസ് വി ക്യാൻ സീ സിമിലർ തിങ്സ് ഇൻ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനും സിമിലർ ആയിട്ടുള്ള ഒരു ജൂറിസ്ഡിക്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഇനി USA ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലോ, USA പൊതുവെ ഇങ്ങനത്തെ പരിപാടികൾ അവിടുത്തെ സുപ്രീം കോർട്ട് എന്റർടൈൻ ചെയ്യത്തില്ല. മനസ്സിലായല്ലോ? USA ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന കാര്യം സുപ്രീം കോർട്ട് എന്റർടൈൻ ചെയ്യത്തില്ല. പക്ഷേ കാനഡയിൽ ഇതുണ്ട്, ഇന്ത്യയിലും ഉണ്ട്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. The Indian Constitution provides that any such reference shall be heard by a bench of minimum 5 judges. ഇത് നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അറിയും. ഇത് ചിലപ്പോൾ ലക്ഷ്മികാന്തിൽ കാണണം എന്നില്ല. ഇനി അപ്ഡേറ്റഡ് വേർഷനിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പഴയ വേർഷനിലില്ലായിരുന്നു. പക്ഷെ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം ഇതൊക്കെ പത്രത്തിൽ ആ 5 ജഡ്ജിമാരുടെയും പേര് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് കറക്റ്റ്. അതായത് മിനിമം 5 പേര് ഇരുന്നിരിക്കണം. സോ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ആയിരിക്കണം അത്. മനസ്സിലായില്ലേ? കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് മിനിമം 5 പേര് ഇരിക്കുമ്പോഴത്തേക്ക് എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചായി മാറും. അപ്പം അങ്ങനെ മിനിമം 5 ജഡ്ജസ് ഇരുന്നിട്ട് വേണം പ്രസിഡന്റ് ഈ കൊടുക്കുന്ന റെഫറൻസിന്, പ്രസിഡൻഷ്യൽ റെഫറൻസിന് തിരിച്ചു മറുപടി കൊടുക്കാൻ. സോ ദാറ്റ് മീൻസ് 1 and 3 ആർ റൈറ്റ്. 1ഉം 3ഉം കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നോക്കാം, സിമിലർ പ്രൊവിഷൻ കാനഡയിലുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഒബ്ലിഗേറ്ററി ഫോർ ദി സുപ്രീം കോർട്ട് ടു റെൻഡർ ഇറ്റ്സ് ഒപ്പീനിയൻ. അത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അതായത് പ്രസിഡന്റിന് ഇങ്ങോട്ട് ചോദിക്കാം, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഒബ്ലിഗേറ്ററി ടു ഗീവ് എ റിപ്ലൈ. തിരിച്ചൊരു റിപ്ലൈ, മറുപടി, ഒപ്പീനിയൻ കൊടുക്കണം എന്നില്ല. അതായത് പ്രസിഡന്റ് ചോദിച്ചു എന്ന് കരുതിയിട്ട് തിരിച്ച് മറുപടി കൊടുക്കണം എന്ന് സുപ്രീം കോർട്ടിന്
നിർബന്ധിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിർബന്ധമില്ല. അവർക്ക് താല്പര്യപ്പെട്ടവർ കൊടുത്താൽ കൊടുത്തു. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റും ഒന്ന് മനസ്സിൽ ശ്രദ്ധിച്ചു വെക്കുക. ഇതും റീസെന്റ് ആയിട്ട് ന്യൂസിലുണ്ടായിരുന്ന കാര്യമാണ്. അബൌട്ട് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ. സ്റ്റേറ്റ്മെന്റ്സ് നോക്കൂ. ITU ഈസ് ദി ഓൾഡസ്റ്റ് ഏജൻസി ഇൻ ദി UN ഫാമിലി. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ആണ് UN ഫാമിലിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മെമ്പർ. Second statement, it allocates global radio spectrum and satellite orbits. Third one, AI for good was established by ITU to identify innovative AI applications and for building skills and standards. നേരത്തെ പറഞ്ഞ പോലെ മൂന്നും ഫാക്ച്വൽ ആണ്, അറിയാമെങ്കിൽ മാത്രം നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഇന്നത്തെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. UN സംബന്ധിച്ചിടത്തോളം UN ഓർഗൻസും ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ഏജൻസീസും ഉണ്ട്. ഈ രണ്ടും രണ്ടാണ് എന്നുള്ള ഓർമ്മ നമുക്ക് ഉണ്ടാവണം. പലർക്കും അതില്ല. UN ഓർഗൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? സെക്യൂരിറ്റി കൗൺസില്, ജനറൽ അസംബ്ലി, ട്രസ്റ്റിഷിപ്പ് കൗൺസില് തുടങ്ങിയ സാധനങ്ങളാണ് അതിൻ്റെ ഓർഗൻസ്. എന്നാൽ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് എന്ന് പറഞ്ഞാലോ യുനെസ്കോ, യുനിസെഫ്, ഇങ്ങനെ നമ്മൾ ഈ കേൾക്കുന്ന കുറേ ഏജൻസീസ് ഉണ്ടല്ലോ, അതൊക്കെ UN സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ആണ്, UN ഓർഗൻസ് അല്ല. അത് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഓക്കെ, പലരും അത് തെറ്റിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫാക്ട്സിലേക്ക് കടക്കാം. നോക്കൂ. ITU was established in 1865 to manage first international telegraph network. ലോകത്തിൽ ആദ്യമായിട്ട് ടെലിഗ്രാഫ് നെറ്റ്വർക്കിനെ മോണിറ്റർ ചെയ്യാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് ITU. ആൻഡ് സോ ദിസ് വൺ ഈസ് ട്രൂ. കാരണം 1865 ഉള്ള സാധനമാണ്. മനസ്സിലായി? UN ഉണ്ടായി കഴിഞ്ഞ് പിന്നെ UN സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയിട്ട് മാറിയതാണ്. അതിന് മുൻപേ ഉണ്ട്. സോ ITU ആണ് UN ഫാമിലിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഏജൻസി. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കൂ. It allocates global radio spectrum and satellite orbits. That is also true. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ റേഡിയോ റെഗുലേഷൻസ് ട്രീറ്റി. റേഡിയോ റെഗുലേഷൻസ് ട്രീറ്റി എന്ന് പറയുന്ന ട്രീറ്റി ഉണ്ട്. അതിൻ്റെ പിൻബലത്തിനാണ് ITU സ്പെക്ട്രം, ഗ്ലോബൽ റേഡിയോ സ്പെക്ട്രത്തിനെ, സാറ്റലൈറ്റ് ഓർബിറ്റ്സിനെ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വെരി ട്രൂ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കറണ്ട് അഫെയറിൽ ഉണ്ടായിരുന്ന കാര്യം, AI ഫോർ ഗുഡ് എന്ന് പറഞ്ഞാൽ. സോ അതൊരു എന്താ പറയേണ്ടത്, ഒരു പ്ലാറ്റ്ഫോമാണ്. AI ഫോർ ഗുഡ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. ഒരു സമ്മിറ്റ്സ് നടത്താറുണ്ട്. ആ സമ്മിറ്റിനെ കുറിച്ചാണ് ഈയിടെ ന്യൂസ് വന്നിരുന്നത്. ഓക്കെ, അത് ബേസിക്കലി AI ആപ്ലിക്കേഷൻസിനെയും ബെറ്റർ ആയിട്ടുള്ള, അതായത് ലോകത്തിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലേക്ക് സ്കിൽസും സ്റ്റാൻഡേർഡ്സും പ്രോട്ടോകോൾസും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് AI ഫോർ ഗുഡ് എന്ന് പറയുന്നത്. സോ അത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന ITU ആണ്. അത് ബാക്കിയുള്ള ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസിൻ്റെയും യൂണിവേഴ്സിറ്റീസിൻ്റെയും അസോസിയേഷൻസിൻ്റെ ഒക്കെ പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ 1, 2 and 3 ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ITU. അപ്പോൾ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതിന് മുന്നത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയാൽ കാണാം. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാത്ത ഒരുപാട് ഇങ്ങനത്തെ ഏജൻസീസിനെ കുറിച്ച് അതിൻ്റെ ബേസിക്സ് ചോദ്യമായിട്ട് വരുന്നുണ്ട്. സോ ആ പാറ്റേൺ പിടിച്ച് നോക്കുകയാണെങ്കിൽ ഇത് പ്രോബബിലിറ്റി ഉള്ള ഒരെണ്ണമാണ്.